ഹലോ, ഇന്ന് എവിടെയാണെന്നല്ലേ? ഇത് കക്കട്ടിലെ കേമാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലിഷിയുണ്ട്. അപ്പോൾ ഒരുപാടായി അവളെ കണ്ടിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നീ കക്കട്ടിലെ കേമാളിലോട്ടൊന്ന് വാ, നമുക്ക് മീറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇതുവരെ അവിടെ പോയിട്ടില്ല. കക്കട്ടിലെ പുതിയൊരു മോള് തുടങ്ങിയെന്നൊക്കെ കേട്ടെന്നല്ലാതെ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. അപ്പം അവൾ വരുന്ന കാണുന്നില്ല. കുറച്ച് നേരമായി അവൾ വെയിറ്റ് ചെയ്യുന്നു. എങ്കിലും ഞാനൊന്ന് എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കയറി. അപ്പം താഴെ തന്നെ നെസ്റ്റോ ആണ്. താഴത്തെ ഫ്ലോർ മുഴുവൻ നെസ്റ്റോ ആണ്. അപ്പം നെസ്റ്റോയെ കുറിച്ച് അറിയാലോ, ഒരു കുടക്കീഴിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, എങ്കിലും മുഴുവനായിട്ടൊന്ന് കണ്ടിറങ്ങാം. ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. നമുക്ക് 50 ഗ്രാം മുതൽ നമുക്ക് ഇവിടുന്ന് തൂക്കി മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ചെറിയ ഡയറ്റൊക്കെ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചിയ സീഡ്സും അതേപോലെ തന്നെ വാൾനട്ടുമാണ് മേടിച്ചത്. മുകളിലെത്തിയാൽ അവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, മാക്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ശേഷം നമ്മൾ അതിലൂടെ വീണ്ടും മുകളിലേക്ക് കയറിയാൽ അവിടെ നമുക്ക് കിഡ്സിൻ്റെ ഏരിയ ആണ്. കുട്ടികൾക്കുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഫൺ കെ എന്ന് പറഞ്ഞിട്ട് അരമുക്കാൽ മണിക്കൂറിന് ശേഷം എന്നെ ഇത്രയും നേരം കാത്തു നിൽപ്പിച്ചതിൻ്റെ ഒരു ഭാവവും ഇല്ലാണ്ട് ചിരിച്ചോണ്ട് വരുന്നുണ്ടോ? അതാണ് നമ്മുടെ കൂട്ടുകാരി. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഇവിടെ നമുക്ക് കാർഡ് സിസ്റ്റമാണ്. അപ്പം ഞാൻ ചോദിച്ചു എത്രയാണ് കാർഡിന് പൈസ വരിക. അപ്പം പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് 500 രൂപയുടെ കാർഡാണ്. അപ്പോൾ 500 രൂപയുടെ കാർഡ് നമ്മൾ എടുത്താൽ നമുക്ക് 2 വർഷം വരെ ആ കാർഡ് ഉപയോഗിക്കാം. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ കാർഡ് എടുത്ത് പോവാം. പക്ഷെങ്കിൽ എന്താണ്, ഈ 500 രൂപ തീരുന്നത് വരെ മാത്രം. അപ്പോൾ നമുക്ക് ഇന്നൊരു 100 രൂപേൻ്റെ റൈഡിലൊക്കെ കയറി വേണമെങ്കിൽ പിന്നീട് ബാക്കി 400 രൂപയ്ക്ക് പിന്നീട് വരാം. അങ്ങനെ അവർ രണ്ടാളും അവിടുന്ന് പഴയ ഒരു സൗഹൃദം പുതുക്കുകയാണ്. അവർ പുതുക്കട്ടെ. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ ഫുഡ് കോർട്ടാണ്. പിസ്സ, മോമോസ്, ചിക്കിങ്സ്, ജ്യൂസ്, ബർഗർ, അവിൽ മിൽക്ക്, അല്ലെങ്കിൽ വെജ് ഐറ്റംസ്, എന്ത് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരണം. അപ്പോൾ അതിനിടയിൽ കിട്ടിയ ബില്ലുകൾ ഒന്നുകൂടി വിലയിരുത്തുകയാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ആംബിയൻസ് അവിടെ ഉണ്ട്. നല്ല രീതിയിൽ അവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് സമാധാനത്തോടെ കുറച്ച് നേരം അവിടെ ഇരിക്കാം. അപ്പോൾ ഓരോ ഐറ്റംസ് വന്ന് തുടങ്ങുന്നുണ്ട്. ആദ്യം എത്തിയത് മോമോസാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ അവിടെ മനോഹരമായൊരു കാഴ്ചയുണ്ട്. നല്ലൊരു ഗാർഡൻ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഇരിക്കാനും അല്ലെങ്കിൽ ബർത്ത്ഡേയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ നടത്താനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയിൽ അവർ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.